ഹായ്, ഇന്ന് കുറച്ച് മത്തി കിട്ടി കേട്ടോ, നല്ല ഫ്രഷ് മത്തി. അപ്പോൾ അത് നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള മത്തിയാട്ടോ. അപ്പോൾ അത് രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് അതിൻ്റെ ചെതുമ്പൽ രണ്ട് സൈഡിലുള്ളത് നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നത്. ഞാൻ കൂടുതലും കത്തി ഉപയോഗിച്ചിട്ടാണ് നന്നാക്കാറ്. കത്രിക ഉപയോഗിച്ച് നന്നാക്കുന്നവരുണ്ട്. എനിക്ക് ഏറ്റവും എളുപ്പം കത്തി വെച്ച് നന്നാക്കുന്ന. ഞാൻ മത്തിയുടെ ചെതുമ്പൽ കളഞ്ഞു. അതിന് ശേഷം വാല് കട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഇത് വറുക്കുന്നത് നന്നാക്കുന്ന ടൈപ്പാണ് കാണിക്കുന്നത്. അതായത് കത്രി വെച്ചിട്ട് നമ്മൾ തലേൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളയാം. മത്തി വറുക്കാനായിട്ട് ഇങ്ങനെ തലയോട് കൂടി നന്നാക്കി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ചിലർക്ക് മത്തിയുടെ തലയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ഞങ്ങളിവിടെ കൂടുതൽ എടുക്കുന്നത് തലയില്ലാത്ത രീതിയിലാട്ടോ. തല ആരും കഴിക്കാറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുക്കാറ്. ആ രീതി ഞാനിതിൽ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ തല കട്ട് ചെയ്യുമ്പോൾ തലയുടെ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ പലതരത്തിൽ പല ആൾക്കാർ ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ ചെയ്യാം. ഈ രീതിയിലാണ് ഞാനിവിടെ ചെയ്യാറ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെടുക്കും. അങ്ങനെയല്ല, മത്തികളെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മത്തി ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. കറി വെച്ചാലും വറുത്താലൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു മീനാണ് മത്തി എന്ന് പറയുന്നത്. പീര വെച്ചാലും നല്ലതായിരിക്കും. ഇനി ഞാൻ മത്തിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യണം. ഞാൻ കൂടുതലായിട്ട് ക്ലീൻ ചെയ്യാൻ വയ്ക്കുന്നത് വിനാഗിരി കുറച്ച് ഒഴിക്കും. അതായത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും. വിനാഗിരി ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലോണം ചട്ടിയിൽ വെച്ചിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ.